പപ്പുണ്ണിയില്ലേ? ആരാ? മനസ്സിലായില്ല. അതൊക്കെ നേരിട്ട് പറയാം. വിളിക്കേ. അക്രമൊന്നും കാണിക്കല്ലേ. അങ്ങേരൊരു പാവം. അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല, അങ്ങേരുടെ മകനോടാണ്. ഉണ്ണികൃഷ്ണല്ലേ ഇവിടെ? അയ്യോ, അവൻ അങ്ങേരെക്കാളും പഞ്ചപാവോ. അതേ, ഒന്നിങ്ങോട്ട് വന്നേ. വിളിക്കേ, വേഗം വിളിക്കേ. താഴെ വയസാറേ, നിങ്ങൾ എന്താണ് നിൽക്കുക? ആരെങ്കിലും ഓടിക്കുന്ന പോലീസിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. വരൂ വരൂ. നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല. ഇദ്ദേഹത്തിന്റെ മകനെ CID ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ. എന്നാ പിന്നെ ഇയാൾക്കത് നേരത്തെ പറഞ്ഞു തുടക്കാൻ. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആൾ തന്നെയല്ലേ? അതെ, മിസ്റ്റർ ഋഷികേശൻ നായർ, റിട്ടയർഡ് ട്രെയിനർ, പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് PO, തിരുവനന്തപുരം 14. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം. ഓ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഓട്ടെ പപ്പുണ്ണേട്ടാ. സോറി മിസ്റ്റർ പപ്പുണ്ണി, നിങ്ങളുടെ മകന് വേണ്ടി ഞാൻ ഒരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല. അറിഞ്ഞൂടായിരുന്നു, ക്ഷമിക്കണം. പൊട്ടും പൊട്ടും. ഇരിക്കാം. ടൈലർ ഈ മുണ്ട് അങ്ങോട്ട് കൊടുത്താട്ടെ. പ്രായമായ പെങ്കച്ചുള്ള വീടാ. അയ്യോ, എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയതൊന്നുമല്ല. ഇതാണ് എന്റെ സ്ഥിരം വേഷം. അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ. തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനെങ്കിൽ പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലറെ നോക്കിക്കോളാം. പത്മാവതി, എന്ത് വേണം പത്മാവതിക്ക്? നാണോ മാനമുള്ള ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ? ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാനാ? ഒരുപാട് എണ്ണത്തിനെ പരിശീലിപ്പിച്ച് അയച്ചു. രാജീവ് വധക്കേസിലെ ശിവരസൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ. ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ശബരിമലയിൽ ഒരു കട നടത്തുകയായിരുന്നു. അതുകൊണ്ട് നടന്നില്ല. കടയോ? കടയല്ല, കളരി. ഇപ്പോഴത്തെ SI-മാരെയും സർക്കിൾമാരെയും എന്തിനധികം IG വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ. ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു? എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തതാ. അത്ര ചെറുപ്പത്തിലെ സർക്കാർ ജോലി കിട്ടുമോ? എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാന്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു. അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് അവിടെ പോവും. അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും. അന്നേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോ ഒരു ട്രെയിനർ ആകണമെന്ന്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. പക്ഷേ ഒരു ദോഷം പറ്റി. കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. പത്മാവതി, കോഴിയിറച്ചെടുത്തോ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, ഈയുടെ മുഖത്തും വയറാണോ? ഇങ്ങോട്ട് നമ്മള് വല്ല തീറ്റിക്കട്ടെ. അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റക്റ്റീവ് അരുണാചലൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുറിക്ക് പുറത്ത് കട്ടപിടിച്ച ഇരുട്ടിൽ ദൂരെയെങ്ങും ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു. പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല. കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ. അന്തരീക്ഷത്തിൽ പഴകിയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി. ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങായിരുന്നു അയാൾ. ഒടുങ്ങനെ നിങ്ങളായിരുന്നോ? പേടി കാണുമെന്നറിയാമായിരുന്നു. അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ. വളരെ കൂടുതലാണ്. ഓ, രാത്രി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോ ഇങ്ങനെ പേടിപ്പിച്ച ആരായാലും പേടിച്ചു പോയില്ലേ? ശരി, പുറത്തേക്ക് വന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത്?
ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യ അത്. ഒരു വിദ്യയും കണ്ണുമടിച്ചങ്ങനെ നിന്നിക്കരുത്. വല്ലഭന്റെ പുല്ലുമായുധമെന്ന് പറയുന്നത് പോലെ ഒരു CIDക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും. ദേ അവിടെ അവിടെ അതെ ഇവിടെ, അതെ, അവിടെ ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി എറിഞ്ഞു കൊള്ളിക്കണം. അതിന് പറ്റുമോ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട്. നോക്കൂ, ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടലാസാണ് എന്റെ ലക്ഷ്യം. ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. 1, 2, 3. കലക്കൻ ഉന്നാശാനെ. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ഇനി അവിടെങ്ങാനും തീ പിടിക്കുവോ? നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക. അതാണ് എന്റെ ഒരു രീതി. തിയറി ഒന്നും പഠിച്ചോണ്ട് ഇപ്പൊ സമയമില്ല എന്റെ ആശാനെ. ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലൊന്ന് കാണിക്ക്. ആദ്യമായി കൊള്ളിയെടുത്ത് തള്ളവരൽ കൂട്ടകൻ അമർത്തി പിടിക്കുക. എന്നിട്ട് എന്റെ മുത്തപ്പ, കൃഷികാശൻ നായർ എറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ വൈക്കത്തുറവിലാണല്ലോ ചെന്ന് വീണത്. നാട്ടുകാരോട് നമ്മളിനി എന്ത് സമാധാനം പറയാൻ എന്റെ ഉണ്ണികൃഷ്ണ? ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ പോലും നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പമെന്താ? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്. ഇടിക്കൊരു മയം ഉണ്ടാവില്ല. അയ്യോ, എന്നാ അത് വേണ്ട, നിഷേധിക്കാം. പെരയിലോട്ട് തീ പിടിക്കുന്നതിന് മുമ്പ് ചെന്ന് കെടുത്താൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്കോ? ഉണ്ണി ഇവിടെ വാ. നീയും കൂടെ നോടി ചെല്ലേന്റെ ഉണ്ണികൃഷ്ണ. തീപ്പെട്ടിക്കൊള്ളിക്ക് ശക്തിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കോപ്പടപാട് പോ. ഗണപതിക്ക് വെച്ചതിന്റെ കാക്ക കൊണ്ടുപോയില്ല. തൃശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന B535 നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ 10:30 പുറപ്പെടുന്നതായിരിക്കും. പോയ വാർത്തയെ കണ്ടോ? ഒരു പെശക് വാർത്തയാണെന്ന് തോന്നുന്നു. നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. ഒന്നും അറിയ. ഉണ്ണികൃഷ്ണൻ, BA. What do you want? ജോലി, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഞാൻ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നാണ് സാർ. അതിന് ഈ വേഷത്തിലാണോ വരുന്നത്? ഇങ്ങനെ വന്നൊന്ന് അമ്പരപ്പിക്കാമെന്ന് കരുതിട്ടാ സാർ. മിസ്റ്റർ, ഐ ആം റിട്ടയർഡ് DIG ഓഫ് തമിഴ്നാട് പോലീസ്, യു നോ. സോറി സാർ, ഇങ്ങനെയൊക്കെ വന്നാലേ ജോലി കിട്ടുള്ളൂ എന്ന് കരുതിട്ടാ. ഇരിക്കും. താങ്ക് യു സാർ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം? ചെറുപ്പം മുതലേ എനിക്ക് CID-മാരോട് വലിയ ആരാധനയാണ് സാർ. CID പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പ പോയി കാണും. ദാ ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ. ഇത് സിനിമ കണ്ടതിന്റെ സർട്ടിഫിക്കറ്റുകൾ? അയ്യോ അല്ല സാർ, എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സാർ. യൂഷ്വൽ ഇന്റർവ്യൂകളിലെ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. അയ്യോ, അപ്പോ മലയാളത്തിൽ ആദ്യത്തെ ഡിറ്റക്റ്റീവ് സിനിമ, ആദ്യത്തെ അപസർപ്പക നോവലിസ്റ്റ്, ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ പ്രത്യേകത, ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ? ഇല്ല. അയ്യോ, അപ്പൊ ഞാൻ ഉറക്കൊഴിച്ച് പഠിച്ചൊക്കെ വെറുതെ ആവോ? ഇവിടെ കഴിവാണ് മുഖ്യം. അത് തെളിയിച്ചാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവാം. ഞാനത് എങ്ങനെ തെളിയിക്കും സാർ? ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും. ദാറ്റ് മീൻസ് എ കേസ്. ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു ക്യാൻ ബി എ പെർമനന്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഓഫ് സീക്രട്ട് ഫയൽസ്. ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. എനിക്ക് ഒരു അസിസ്റ്റന്റിന് തന്നാ മതി. അസിസ്റ്റന്റോ? വാട്ട് യു മീൻ? അതെ സാർ, സാധാരണ CID-മാർക്കും ഡിറ്റക്റ്റീവ്മാർക്കൊക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ. പ്രേംനസൻ അടൂർവാസി, പട്ടണപ്രവേശിൽ മോഹൻലാൽ ശ്രീനിവാസൻ, അതുപോലെ. ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം. ഓ, അങ്ങനെയാണല്ലേ. വേഷപ്രച്ഛന്നനാവുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി പറയൂ സാർ, കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, ആരെയാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, എന്തായുധം ഉപയോഗിച്ചാണ് കൊന്നത്? പറയൂ പറയൂ പറയൂ. കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം. ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ്. കോടീശ്വരനായ ഒരു മാന്യ വ്യക്തിയുടെ ഒരേ ഒരു മകന് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു.
പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുത്തു വന്നിട്ടുള്ള ആലോചനയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരാണ് പെണ്ണ്. അവൾക്ക് എന്ത് പറ്റി സാർ? ആരെങ്കിലും കൊന്നോ? അങ്ങനെയാണെങ്കിൽ CBI ഡയറക്ടർ പോലെ നമുക്ക് മുകളിൽ നിന്ന് ഡമ്മിയിട്ട് കണ്ടുപിടിക്കാം. ഞാൻ പറയുന്നത് കേൾക്കണം മിസ്റ്റർ. ഓ സോറി സാർ. ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന് നിർബന്ധം. അരുന്ധതി നായർക്ക് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ? അവളുടെ ഫാദർ എത്രക്കാരനാണ്? മാന്യമായ സോഴ്സിലൂടെയാണോ റിച്ച് ആയത്? ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം. ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിലുണ്ട്. ஏன் சார் அப்படி பாக்குறீங்க? பூதம் ഭാവി വർത്തമാനം കിളി ജോത്സ്യം. അകത്തേക്ക് പോണോ? ആമാ. എല്ലാ കാര്യങ്ങളും പറയുവോ? പറയും. ചീട്ട് നോക്കാതെ പറയുവോ? ഓ പറയും. എന്നാ പറ, ഇവിടെ കൈരളിയില് ഏത് പടം ഓടുന്നേ? അത് വന്നിട്ട് പോയി. തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാടോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത്? എന്റെ പ്രേമശങ്കരാ, ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ? ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടും. പോ. അയ്യേ, അങ്ങനെ പോകാൻ വന്നല്ല. കാശു മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നല്ലതാ. മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക. അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കയറിയ പോരെ. ആരുണ്ടെങ്കിലും എനിക്കെന്താ? എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത്. മാറിക്ക്. മറ്റവനെ തടഞ്ഞിട്ട് അവൻ നിന്നില്ല. അവനിപ്പോ അനന്തപത്മനാഭന്റെ ആളാണല്ലോ. ഇനി നിന്നെ കൂടി കയറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ? CID ആയിട്ട് തിരിച്ചു വരുമെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി. പോടാ പട്ടി. ഒരു CIDക്ക് മറ്റൊരു CID പാരയായി നിന്നൂടാ. മാറിക്കടാ, ഇറങ്ങി പോടാ. പോടാ പോടാ. എന്താ അമ്മച്ച അവിടെ ഒരു ബഹളം? ഒരു വ്യാജ കിളിജോത്സിനെ അതിക്രമിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അയാളെ അകത്തേക്ക് കടത്തിവിട്. അയ്യോ കുഞ്ഞെ, ഇത് വെറും വേഷമാ, തട്ടിപ്പാ. തട്ടിപ്പ് വെട്ടിപ്പൊന്നും അല്ലമ്മ. ഇന്താള് പോയി சொல்றேன். பூதம் ഭാവി വർത്തമാനം എല്ലാം കണിശമാ சொல்றேன். ഉമ്മച്ച അയാളെ ഇങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞേ? വരട്ടുമാ. B.Ed പാസ്സായിട്ടും ഉണ്ണികൃഷ്ണൻ വേറെ ഒരു ജോലിയും കിട്ടിയില്ല. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം. ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ. അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും സാർ. ദമയന്തി ഉണ്ണികൃഷ്ണന്റെ മുറപ്പെണ്ണാണോ? അല്ല സാർ, അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോളാ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. അത് പിന്നെ പറയണം സാർ. അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ? ഒന്നും ആയിട്ടില്ല. ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അതിനാലെ ഒരു അപകടം ഇന്ത വീട്ടിലെ നടക്കപ്പോവുത്. ഒരു നാളാകില്ലേ? എന്താ അപകടം? അതിന്റെ തോട്ടക്കാരൻ കേക്കൂടാതെ. ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ? പോ പോ. അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ. ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട്. അന്താള് കാരണം ഇങ്ങനെ ഒരു മരണം നടക്കപ്പോറത്. അയ്യോ, അത് ആരാണെന്ന് പറയാവോ? അന്താളിപ്പോ ഇന്ത വീട്ടുക്കുള്ളത്താ ഇருக்கு. ഈ ഒബ്സഷൻ, OPM, കോബ്ര, പോയിസൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടിട്ടെ. എനിക്കത്ര വില കൂടിയൊന്നും വേണ്ട ഉണ്ണി, ഒരു ഓർഡിനറി മതി. എന്നാ പിന്നെ ഈ ജാസ്മിൻ കൊണ്ടുവരല്ലേ? നാളെ കൊണ്ടുവരൂ. നാളെ എങ്ങോട്ട് വരുന്ന കാര്യമായി പറയുന്നത്? ഇങ്ങോട്ട്, അല്ലാതെ എവിടെ? വേണ്ട, ആരാ എന്താന്നൊക്കെ അറിയാൻ നിങ്ങൾ എന്തിനാ വല്ലവരെയും പിടിച്ച് വീട്ടിൽ കയറ്റുന്നത്? പ്രഭാവതി, നീ എന്ത് വിവരമില്ലായ്മ ഈ പറയുന്നത്? ഞാനല്ല പറയുന്നത്, ആ ജോത്സ്യനാ. എടാ തെണ്ടി, നീ ഈ വേഷത്തിൽ ഇവിടെ കയറി പറ്റിയോ? എന്നാ വരട്ടുമാ. മുഴുവൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഈ റാസ്കലായിരുന്നു. വിടരുവന്. ഞാൻ പോലീസിനെ വിളിക്കാം. ഞാൻ വിളിക്കാം. CID ഉണ്ണികൃഷ്ണന്റെ പാര വെക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ തട്ടണം.
അതെ, CID ഉമയനുള്ളൂർ ഉമ്മൻകോശിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടി കൊള്ളുന്ന ആദ്യത്തെ CID നീ തന്നെയായിരിക്കും. നിനക്ക് അവാർഡ് ഉണ്ടോ ചേട്ടെ? വെടി വിട്, അല്ലെങ്കിൽ നീയൊക്കെ CID മാരാണെന്ന കാര്യം ഞാൻ വിളിച്ചു അവൻ പോയോ ഉണ്ണീഷ? ശരിക്കും എന്റെ പൊട്ടിച്ചാ വിട്ടത്. അവനിനി ഏരിയ കാല് കുത്തത്തില്ല. പോലീസ് വരുന്നതിന് മുമ്പ് അവനെ വിട്ടത് ശരിയായില്ല. പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ. മാനസിക രോഗികൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലല്ലോ. അവൻ ഈ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ? സിമ്പിൾ. അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാനിവിടെ വരുന്നുകൊണ്ട് അവൻ അത് നടക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. കറക്റ്റ്. പോലീസുകാരോട് പുറപ്പെടണമെന്ന് പറയട്ടെ. പെട്ടി. അവന്റെ അനുഭവം തന്നെയായിരിക്കും നിനക്കും. ഒരു മാരത്തോൺ ഓട്ടത്തിന് നീയും തയ്യാറായിക്കോ. ഉമയനല്ലൂർ ഉമ്മൻകോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല, ഒട്ടിച്ച ചരിത്രമേ ഉള്ളൂ. എങ്കിൽ ആ ചരിത്രം CID ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും. ആ എഴുത് കയ്യക്ഷതെങ്കിലും നന്നാകട്ടെ. നിർത്ത്. വിയർപ്പാറിയ ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോയി കുടിച്ചോളൂ. ഉമ്മക്കുട്ടി, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. വന്നു ചൊറിയൻ പുഴു. എങ്ങോട്ട് പോന്നു? ആ മുതുക്കന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഈ അമ്മയ്ക്ക് എന്താ? ഒന്നും ഇല്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ നല്ല മുഖം കാണിക്കുന്നത്. നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി. ആ വായി നോക്കിയിട്ട് ഏഴ് അയലത്ത് പോലും കണ്ടുപോകരുത്. ഇതുണ്ടോ? എന്നാ വെള്ളം. ഉമ എന്ത്? ഇയാൾക്ക് വെള്ളമല്ലേ വേണ്ടത്, കുടിച്ചാട്ടെ. 1 2 3 4 ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് ഗുസ്തി. ഒരു CID അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. ഗുസ്തിയുടെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. ഉഷാർ ഉഷാർ, വാ 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 വാ. എന്നെ പരിപാടി അച്ഛനെ കാണിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടായിരുന്നു? പാടില്ല. ഗുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൻ എന്റെ സ്വഭാവം മാറും കേട്ടോ. സാരമില്ല സാരമില്ല. ദേഹം നോവാതെ ഗുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? ഗുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ആക്രമണം. ഇതുപോലെ. അച്ഛാതെ കളി വേറെ കാര്യം വേറെ. ദേഹം നൊന്നും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ CID എനിക്ക് CID അവിടെ ഒരു കുന്തമാവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ, പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് CID ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ. ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. അച്ഛനെനിക്ക് കുസ്തി പഠിക്കണ്ട. അച്ഛനെനിക്ക് മേല് നോവുന്ന അച്ഛനെ അടിക്കരുതല്ലേ. അച്ഛനെനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛനെ അടിക്കരുത്. എനിക്ക് കുസ്തി പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്ക്, ഇങ്ങനെയാണ് ഒരുത്തനെ തോൽപ്പിക്കുന്നത്. കുസ്തി എന്താ കാണിക്കണേ? ആശാനല്ലേ? ഒന്നി ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് നമ്മളെ തടയണ്ട. അടിക്കട്ടെ തല്ലല്ലേ? കുരുത്തക്കേട് കാണിക്കല്ലേ? ആശാനെ തല്ലു ആരെങ്കിലും. നീ ഗുസ്തി പഠിച്ചിട്ടുണ്ട്. അടിക്കല്ലേ അടിക്കല്ലേ അടിക്കേ. ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ആശാനെ തല്ലരുത്. ആശാൻ പറ അച്ഛൻ പറ. അച്ഛനല്ലേ ഇടപെടരുത്. പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതാണ് ഞാനും പറഞ്ഞു. ശിഷ്യനിൽ നിന്നൊരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ അങ്ങനെയാ. ദേഹം നൊന്താ പിന്നെ ഈറ്റപ്പുലിയ. സാരമില്ല, ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം.
പോടാ. എന്താടി പറഞ്ഞത്? അച്ഛാ ഞാൻ സ്പെല്ലിംഗ് പഠിക്കായിരുന്നു. PODDA പോടാ, PODDA പോടാ. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. പിന്നെ ശരിയാക്കി തരാം. ഇങ്ങനെയാണോ കിഴി പിടിക്കുന്നേ? ഇനി ഉണ്ടോ ഞാൻ പിടിക്കാം. ഇടി കൊണ്ട് തളർന്ന് കിടക്കില്ലേ? ചൂടണ്ട പറയണേ. വായി നോക്കി. ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ആശാനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല. ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് വിശ്വസിക്കൂ. തോക്കെടുക്കൂ. നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതന്നെ പോലീസ് വെടിവെപ്പ് മറ്റാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓ ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യം. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പിഴച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നോ? അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടന്റെ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളം കോരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളെ ഒരു മനുഷ്യനെ കൊല്ലില്ലാന്ന് എങ്ങനെ അറിയാം? 5 ഇടങ്ങഴി കറക്കുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടെ മുട്ടിച്ചല്ലോടെ കാലമാടാ. നീ കുണം പിടിക്കത്തില്ലടാ. അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതെങ്ങനെ നിലത്ത് നിന്ന് ആടിന് കൊണ്ടു? ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു. എങ്കിൽ തത്തയ്ക്ക് കൊണ്ടേനെ. പോക്കൃതരം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇനി ഇവന് വച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല. അടിക്കുന്നതാ. ഇങ്ങതാ. വണ്ടി നാളേക്ക് വേണം. നല്ല ഒന്നാന്തരം വീട്. കുറഞ്ഞത് 1 ലക്ഷം കട്ടെങ്കിലും കയറി കാണും. താങ്ക്സ്. யார் நீ? ஏன் வந்தேன்? எதுக்கு வந்தேன்? என்ன பார்க்க வந்தேன்? சொல்லடா, சொல். കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. உள்ள போണം. അമ്മ பார்க்கணும். എതുക്ക്? രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണുരോഗം, മന്ദ, ഗ്യാസ് ട്രബിൾ, ധാതുക്ഷയം, ബലക്ഷയം, ഇമാതിരി എല്ലാവിധ പൈത്യത്തുക്കും പറ്റുന്ന ഒത്തമൂലി ഇരിക്കും സാർ. ഓ, അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ? ഇവിടുത്തെ അമ്മാവുക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞു? ഉള്ള വിടുങ്കോ. തിരുമ്പി വരുമ്പോൾ ഞാൻ உங்களுக்கு എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ? ഇരിക്കും സാർ. എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്ക്. ആദ്യം എന്റെ മെലിച്ചിനെ മാറ്റ്, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കാതയ്യ, കൊഞ്ചം ഉള്ള വിടുക. വിടമാട്ടൻ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. ലാടന്റെയും കോടാങ്കിയുടെയും ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ அப்படி ஒண்ணும் சொல்லாதீங்க. நாங்க வந்து ஒரிஜினல் ലാഡേഴ്സ്. സർട്ടിഫിക്കറ്റ് ഇരിക്കാ. ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ. എന്ന അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. അരുന്ധതി നായർ. நாங்க வரட்டுமா? വരണ്ടാന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? நாங்க போட்டுமா? എന്നാ ഇറങ്ങി പോടോ. ഇതാര കള്ള കാപ്പിരികൾ.
ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി ഇറങ്ങിയൊക്കെ ചോദിക്കാനും കിളിത്തട്ട് കളിക്കാൻ അങ്ങോട്ട് മാറിയില്ല മനുഷ്യ. സോറി, ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ക്ലാര സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റ് ഔട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട്. വാര ഓടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. വേലക്കാരിയാ, കൊച്ചമ്മയുടെ ഭാവ. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. സാരമില്ല, താഴെ വന്നല്ലേടി സമ്മാനം മേടിക്കാൻ നോക്കൂ. വാ, നമുക്ക് പിന്തുടരാം. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ആലുവ കട്ട പോലെ ഉണ്ട്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ തെണ്ടി. താങ്ക്സ്. അവളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ട്. ആഹാ, നല്ല ബെസ്റ്റ് കട്ട. നിന്റെ 16 അടിയന്തരത്തിന് വച്ച് കത്തിക്കാം. നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം? എടാ തെണ്ടി, അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത് ശരിയാ. പിന്നെ മലയാളം സംസാരിക്കുന്ന 2 ലാടന്മാര് കുറെ നേരമായിട്ട് എന്നെ പുറകെ നടക്കുക. ആൾമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു. എവിടെ? ദാ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിലെ സെർവന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്താ പ്രശ്നം? സർവന്റോ? അത് இந்த பொண்ணை குறிச்சு எங்களுக்கு ஒண்ணுமே தெரியாது. நாங்க புதுசா வந்த லாடேஸ். ஆமா, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതെ, ഇപ്പൊ കേരളാവിൽ വന്നിട്ട് തമിഴ് പേശുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലാടവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പുള്ള ലാടന്മാരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ ST ഫാർമസിയിൽ നിന്നും കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തരം ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നുമല്ല. ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ്. മുടി തഴച്ച് വളർന്ന ഒരു സിദ്ധൌഷധം ഞങ്ങളുടെ പക്കലുണ്ട്. ആമത്തയിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ മരുന്ന്. അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? കുന്തവും കൊലുത് പിടിക്കാം. മര്യാദയ്ക്ക് അവിടെ നിന്നാ. നിൽക്കാൻ. വാ. ചൂടാ 2 ചായ കൂടണേ. ഇവിടെ 2 ചായ കൊടുക്ക്. അയ്യോ, ഒന്നും ആശാനല്ലേ? ആശാനത് ഞങ്ങളാ. ഓ, നിങ്ങളെന്താ ഈ വേഷത്തിൽ ഇവിടെ? ആശാനെന്താ ഇവിടെ? ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ. കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക. ചായയുടെ നല്ല വ്യായാമമാ. വെറുതെ കിടന്ന് ഉരുളാതെ ആശാനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത് ചെയ്യേ? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക. നാട്ടിക്കല്ലേ, ഞാനത് എടുത്തു തരാം. വേണ്ട, ഉരുളി തിരിച്ചു കിട്ടാൻ അമ്മ ഒരുപാട് നേർച്ച നടന്നിട്ടുണ്ട്. അതെ, ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ. അയ്യോ, തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുപോവാ. കടപ്പലകാരൻ നിന്നിട്ട് കുറെ നാളായി. അതെ, പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ. അത് കൊണ്ടുപോവാ. പ്രതികാരം ചെയ്യാണല്ലേ? കൊണ്ടുവാ. ഓ, ആരെ ആകർഷിക്കുന്ന കാർകുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ. സോറി. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർണർ, വാക്കുകൾ വളച്ചടിക്കരുത്. എന്റെ പേര് ഗാർണർ എന്നല്ല.
ഓ ഗാർഡനർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരനാണ് അർത്ഥം, അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്, എന്റെ അപ്പനും ഇട്ട പേര്. ഓ അയ്യോ അറിഞ്ഞില്ല. എന്താ പേര്? ഉമ്മ. എന്താ ഉമ്മ? അയ്യോ ചേച്ചി. അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അവിവാഹിതരായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചാൽ അയ്യോ ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മ എന്ന് വിളിക്കും. എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയെ താഴ്ന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്. ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ട് വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു, പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ട ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലാസം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സെർവനാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സിൽ കുക്കിംഗ് ഒന്നാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിംഗിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു, ചെടിക്ക് കുഴിതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. കറക്റ്റ്. കാറി കേറി ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? കേറാ വണ്ടിയില്. ആ മാരുതിയെ ഫോളോ ചെയ്യേ. ഒന്ന് വേഗം വിടറോ. അത് മാരുതി ഇതാട്ടയാ. പെട്ടെന്നാവട്ടെ. ഇതാരുടെ വീടാ? സംശയം എന്ത്? പ്രേംശങ്കറിനെ തന്നെ. അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം. നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അയ്യേ മേഡം, ഒരാൾ. ആരാത്? ഉണ്ണികൃഷ്ണനെ കാണുന്നില്ലല്ലോ. ഇനി വല്ല അപകടവും പറ്റിക്കാണോ? ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇവിടെ ഒന്നും ഇല്ലടി. വാ. ഉണ്ണികൃഷ്ണ, ഉണ്ണി. പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി. ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നീ എന്തിനാ അങ്ങോട്ട് കയറി വരാൻ പോയത്? കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂ. എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയാ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്തിന്? ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല. മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മിയും ഡാഡിയും കണക്കാ. അതുകൊണ്ടാണല്ലോ ഞാൻ അധികം സംസാരിക്കാഞ്ഞത്. വേറൊന്നും തോന്നരുത്, ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാ രണ്ടുപേർക്കും.
അതുകൊണ്ടാ. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. നുണഞ്ഞോണ്ടിരിക്കാതെ വേഗം കഴിക്ക്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ. സമയം തെറ്റിയ പിന്നെ പ്രഭയാന്റി എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല. അത്രക്ക് സ്ട്രിക്റ്റ് ആണോ അരുന്ധതിയുടെ മമ്മി? മമ്മി മാത്രോ, വീട്ടിൽ നിൽക്കുന്ന സെർവന്റ് ക്ലാര വരെ സ്ട്രിക്റ്റാ. പിന്നെ അത് കൊള്ളാം. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ, സീ യു. ആ. വരട്ടെ. മിസ്റ്റർ പ്രേംശങ്കർ, 1 minute, please. ആരാ മനസ്സിലായില്ലല്ലോ? ഐ എം പ്രൊഫസർ രാമവർമ്മ. ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസറായിരുന്നു. അതിന് SSLC കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നിർത്തിയല്ലോ. അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല. യു ആർ കറക്റ്റ്. ഞാൻ ആ കുട്ടിക്ക് വീട്ടിലിരുന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു. മിസ്റ്റർ പ്രേംശങ്കർ എന്ത് ചെയ്യുന്നു? ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ്. ഓഹോ, നിങ്ങളും അരുന്ധതിയും തമ്മിലുള്ള ബന്ധം, ഐ മീൻ എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഓഫ് കോഴ്സ്. പക്ഷേ ആ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാവ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ. അല്ലെ അസിസ്റ്റന്റ് മിസ്റ്റർ കുഞ്ചു? സത്യം പറ. Tell me who are you? I am CID ഉണ്ണികൃഷ്ണൻ BA. എന്തിന് കള്ളം പറഞ്ഞല്ല, ഒറിജിനൽ CID യാ. എന്നാ ഞാൻ ആരാണെന്ന് അറിയാം. അറിയാം. അവളുടെ പുറകെ മണപ്പിച്ചിടക്കുന്ന ഒരു തിണ്ടി. അല്ല, CID പ്രേംശങ്കർ MA LLB. കൂൾ ഡൗൺ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ. നിങ്ങൾക്ക് തന്ന അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത്. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഒരു കേസ് അന്വേഷിക്കാൻ 2 പേരോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിവാണ് ഇവിടെ പ്രധാനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും. സർ, എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. അരുന്ധതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാനും നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ 75% എന്റെ ഫയലിലായി കഴിഞ്ഞു. ബാക്കി 25% കണ്ടുപിടിക്കാൻ എനിക്ക് വെറും 24 മണിക്കൂറുകൾ മതി. എന്നാൽ അടുത്ത 20 മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് നിനക്ക് കാണണോ? കാണണം. കാണാം. വേണ്ട, ഇവിടെ വെച്ച് തർക്കം വേണ്ട. ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി. നിങ്ങൾക്ക് പോകാം. പോവുകയാണ് സാർ. അതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അല്ല ഇനി പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ? സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ മിസ്റ്റർ KU കോശി. I am CID ഉമ്മൻകോശി MAML ഫ്രം ഉമേനല്ലൂർ. ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശ് കളയണമെന്നില്ല. ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ. ഭീഷണി വേണ്ട. തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? CID പണി ആമ്പിള്ളേര് ചെയ്യും. അതെ, ആമ്പിള്ളേര് ചെയ്യും. രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം. അന്വേഷണത്തിന്റെ ക്ഷീണം തീരും. ക്ഷീണിക്കുന്ന ആരാണെന്ന് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം. Okay, then we shall meet at the battlefield, my dear friends. ഗുഡ് മോർണിംഗ്. ആരാ മനസ്സിലായില്ല? വെൽ, ഐ എം ഉണ്ണികൃഷ്ണൻ. ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജർ മിസ്റ്റർ പ്രേംശങ്കറിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. ഓ, ഫോറിൻ കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന പീറ്റർ ആൻഡ് പീറ്റർ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. മിസ്റ്റർ പ്രേംശങ്കർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷാൽ ഐ ഗെറ്റ് ഇൻ? ഓ ഷുവർ. ഓ, താങ്ക് യു. ഇന്ത്യയിലുള്ള സ്ത്രീകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് പീറ്റർ ആൻഡ് പീറ്റർ ഫോറിൻ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഐറ്റംസ് ആണ് ഇതൊക്കെ. നോക്കിക്കോളൂ. റോസ്, ജാസ്മിൻ, പിച്ചി, ലില്ലി, മുല്ല, ചെമ്പകം, തെറ്റി, മന്ദാരം, തുളസി, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയ ഒന്നാന്തരം സ്പ്രേകളാണ് ഇതൊക്കെ. മണപ്പിച്ചു നോക്കൂ. CD ഇല്ലേ? CID യോ? അല്ല, CD ക്രിസ്ത്യൻ ഡയർ. ഓ, നോക്കട്ടെ. ഇപ്പോഴുണ്ടാവില്ല, പക്ഷെ നാളെ എത്തിക്കാം. എന്താ ഇതിന്റെ വില? അയ്യോ, വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് ഒരു 250 തന്നാ മതി. മണം കുഴപ്പമില്ല, പക്ഷെ വില കുഴപ്പം. നല്ല സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലായിരിക്കും സിസ്റ്റർ. ഓ വെൽ, ഈ ക്രീം എടുത്തോളൂ. ക്ലിയോപാട്ര ഉപയോഗിക്കുന്ന ക്രീമാണത്. അയ്യോ, അവരുപയോഗിച്ചതിന്റെ ബാക്കിയൊന്നും എനിക്ക് വേണ്ട. മാഡത്തിന് എന്താ വേണ്ടത്? ലിപ്സ്റ്റിക്, മസ്കാര, ചാന്ത്, പൊട്ട്, കൺമഷി, എനിത്തിങ്? അതൊക്കെ ഇവിടെ ഉണ്ട്. ഷാമ്പു ഉണ്ടോ? ഉണ്ടല്ലോ. സിഗരറ്റ്.
ഷാമ്പു എടുത്ത് പെട്ടിയിൽ വെക്കാൻ മറന്നുപോയി. മുടിയുടെ നൈസർഗീയത നിലനിർത്തുന്ന, ഒറ്റ മുടി പോലും അനാവശ്യമായി കൊഴിയാതെ തലയ്ക്ക് മകരമാസത്തെ കോച്ചിന്റെ മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഷാമ്പു പീറ്റർ ആൻഡ് പീറ്റർ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസ് അരുന്ധതിക്ക് വേണ്ടി അത് ഞാൻ നാളെ തന്നെ എത്തിക്കാം. അതും ക്ലിയോപാട്ര ഉപയോഗിച്ചതാണോ? യെസ്. ചേട്ടന് പറ്റി ഒന്നാന്തരം ബ്ലേഡ് ഉണ്ട്, എടുക്കട്ടോ? അയ്യോ വേണ്ട, അല്ലാതെ എന്റെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. എന്നാ സോപ്പ് എടുക്കാം, തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ. എനിക്ക് സോപ്പ് കഴിക്കുന്ന ശീലമില്ല. താൻ പെണ്ണുങ്ങളെ സോപ്പിട്ട് മയക്കാൻ എടുത്തോണ്ട് പോടോ. ഉമ്മച്ചാ, എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊക്കെ കുന്നംകുളത്തും ചാവക്കാട്ടും കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാ. അതെ, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട്. പൊന്നെടുക്കുന്നിടത്ത് പൂച്ചക്ക് എന്തുവാ കാര്യം? എന്റെ ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞു വെച്ചിട്ടാ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ വന്നത്. അതെയോ? നമസ്കാരം. എന്റെ പൊന്നു കുഞ്ഞെ, ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിച്ചൂടാ. വേഷം മാറിയ ഇപ്പൊ മോഷണം. ലാട വേഷത്തിൽ വന്നവൻ തന്നെ ഏജന്റ് ആയിട്ട് വന്നുകൂടുന്നില്ല. ദുഃഖിച്ചാ സൂക്ഷിക്കണ്ട. സൂക്ഷിച്ചാ എന്തൊക്കെയാ പറയുന്നത്? സാമർത്ഥ്യം കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ. മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്ക്. ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി. ക്ലാരിക്ക് കിച്ചണി പണിയൊന്നും ഞാൻ പോവാ. കുഞ്ഞിന്റെ കാശൂടെ കൊടുത്തേക്കണേ. തരും തരും. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. പ്രേംശങ്കർ പറഞ്ഞയച്ച സ്ഥിതിക്ക് ഷാമ്പു കൊണ്ടുവാ, ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ. പിന്നെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. പ്രേംശങ്കറുമായിട്ട് എങ്ങനെ? ഐ മീൻ ഏത് തരം റിലേഷൻഷിപ്പ്? ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ. പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ അവൻ എന്നോട് പറഞ്ഞത്. അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായ സംഗതി പുകയാണെന്ന്. ഈ സംഭവം ആയിത്തല്ല കേട്ടോ. ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി, ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ. ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡ് ആയിട്ടങ്ങ് പറഞ്ഞു കളയും. അതാ ടൈപ്പ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്ത് രഹസ്യം? അല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വല്ലതും? സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ. ഓക്കെ, സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം. സ്റ്റോപ്പ്. അങ്ങനെ അങ്ങ് പോമരട്ടെ. വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല, മാറിക്കടാ. ഒരു CD കിട്ട് മറ്റൊരു CD പാരപടന്നിട്ട് രഹസ്യങ്ങൾ ചോർത്തുന്നത് പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ്. അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശത്രുവിനെ എന്ത് വില കൊടുത്ത് തടയാമെന്ന് കായംകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാചകം പഠിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മാറിക്കണം. അതോർത്ത് നീ വിഷമിക്കണ്ട. എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുമെന്ന് നീ കരുതിയില്ല അല്ലേ? തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോടാ. ആക്രി കച്ചവടം കൊണ്ട് അകത്ത് കയറിയെന്ന് വെച്ച് അഗ്രം കണ്ടെന്ന് കരുതണ്ട. തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചു തരാം. ആക്രി കച്ചവടക്കാരന്റെ സ്കോപ്പ് ഞാനും കാണിച്ചു കാണാം. കാണാം. വരുന്നിടത്ത് വെച്ച് വരുന്നിടത്ത് വെച്ച് കാണാം. പോടാം.